ഞാനും നിങ്ങളും അടക്കമുള്ള പലരുടെയും സാമ്പത്തിക അവസ്ഥയെ കൊറോണ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നമ്മളെയൊക്കെ ബാധിക്കുന്നതിൽ നിന്നും വളരെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ളത് ഗ്രാമീണ പശ്ചാത്തലമുള്ള ആളുകളെയാണ്. അവരുടെ കൃഷിയും അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങളും ഒക്കെ വളരെ തകർച്ചയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ കൊറോണയുടെ ആ ഒരു പ്രശ്നം മാറുകയും അല്ലെങ്കിൽ വാക്സിനേഷൻ കൃത്യമായിട്ട് എല്ലാം നടന്നു പോവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നേട്ടം ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ ഗ്രാമീണ മേഖലയിലാണ്, റൂറൽ ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഗ്രാമീണ മേഖലയിൽ ഒരു ഉണർവ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏത് കമ്പനികളിൽ നിക്ഷേപിച്ചാൽ വളരെ വലിയൊരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞാൽ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഗ്രാമങ്ങളിലെ ഉപഭോഗം വർദ്ധിക്കുന്ന ഒരു കാലത്ത് നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുകയാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻ നടക്കുന്നതിനായിട്ടുള്ള സിമൻറ്റ് കമ്പനികൾ, അല്ലെങ്കിൽ അവിടുത്തെ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പൈപ്പ് കമ്പനികൾ, അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാക്ടർ കമ്പനികൾ, അല്ലെങ്കിൽ വളം നിർമ്മിക്കുന്ന കമ്പനികൾ, അതുപോലെ ചെറിയ ചെറിയ വസ്തുക്കൾ, ഇപ്പോൾ പേസ്റ്റ്, സോപ്പ് പോലുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്ന കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ത്തിൻ്റെ ഒരു ഉണർവുണ്ടാവുമ്പോൾ ആ കമ്പനികളിലും നല്ല രീതിയിലുള്ള ഉണർവ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ തിരഞ്ഞു പിടിച്ച് നിക്ഷേപിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഉയർന്ന നേട്ടം നേടിത്തരാൻ സഹായിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ റൈസിങ് റൂറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ കേസിനെ പറ്റിയിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. റൈസിങ് റൂറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമീണ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ ഗുണം കിട്ടുന്ന കുറച്ച് കമ്പനികളുടെ ഒരു കൂട്ടം ഒരു സ്മോൾ കേസായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ സ്മോൾ കേസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സെറോദയോ 5 പൈസയോ പോലുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ വഴി ഒരു അക്കൗണ്ട് എടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് സ്മോൾ കേസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും നിങ്ങൾ അതിൽ ഈ റൈസിങ് റൂറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ കേസ് കണ്ടുപിടിക്കുകയും അതിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റൈസിങ് റൂറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്മോൾ കേസിൽ ഞാൻ നിക്ഷേപിക്കാനായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഗ്രാമങ്ങളിലെ ഉപഭോഗമായിരിക്കും നഗരങ്ങളിലെ ഉപഭോഗത്തിനേക്കാൾ കൂടിയ നിരക്കിൽ വർദ്ധിക്കുക എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നഗരങ്ങളിൽ ആളുകൾ ചെലവഴിക്കുന്ന തുക 1 രൂപ അധികം ചെലവഴിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രാമങ്ങളിൽ 1.5 രൂപ അധികം ചെലവഴിക്കാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതായത് ഗ്രാമങ്ങളിലുള്ള ഇപ്പോഴത്തെ ചെലവാക്കൽ രീതി വളരെ താഴ്ന്നിട്ടാണ്. അത് വർദ്ധിക്കുന്ന തോത് 50% കൂടുതലാവാനുള്ള സാധ്യതയാണുള്ളത്. അത് ഒന്നാമത്തെ ഒരു കാരണം. അതുപോലെ 2021-22 വർഷത്തെ കേന്ദ്ര ബജറ്റിൽ കൃഷിക്കും അനുബന്ധമായിട്ടുള്ള വികസനങ്ങൾക്കുമായിട്ട് 2.3 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബേസിക്കായിട്ടുള്ള ഗ്രാമങ്ങളിൽ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അതുപോലെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതിനുമൊക്കെയാണ് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, PM കുസും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട്. 35 ലക്ഷം കർഷകർക്ക് നേരിട്ട് സോളാർ പമ്പുകൾ സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനമാണ് ഈ PM കുസും എന്ന് പറഞ്ഞ ഒരു പദ്ധതി. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ വരികയാണ് എന്നുണ്ടെങ്കിൽ, അത് പ്രാവർത്തികമാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഗ്രാമങ്ങളിലെ അവസ്ഥ ഇപ്പോൾ ഉള്ളതിൻ്റെക്കാൾ ഉയരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടോ അല്ലാതെയോ ഈ കമ്പനികളിൽ, ഈ ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികളിൽ നിക്ഷേപിക്കുന്നത് നമ്മൾക്ക് ഗുണം തരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് സ്മോൾ കേസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും സെർച്ച് ചെയ്തുകൊണ്ട് ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ സ്മോൾ കേസ്
ഇതിലെ റൈസിംഗ് റൂറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞ സ്മോൾ കേസ് കണ്ടുപിടിക്കുകയും ചെയ്യുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം 42,000 രൂപയോളം നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ സ്മോൾ കേസിലുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അവസാനത്തെ ഒരു വർഷത്തെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 17% മുകളിലാണ്. അതുപോലെ ഇത് ഒരു മീഡിയം വൊളാറ്റിലിറ്റി, അതായത് വലിയ രീതിയിൽ ഒരു താഴ്ച പ്രതീക്ഷിക്കാത്ത ഒരു സെറ്റ് ഓഫ് കമ്പനികളാണ്. ഇനി ഇതിൽ ഏതൊക്കെ കമ്പനികളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അംബുജ സിമെൻ്റ് ഉണ്ട്, ഹൈഡൽബർഗ് സിമെൻ്റ് ഉണ്ട്, പ്രിൻസ് പൈപ്പ് ഉണ്ട്, സുപ്രീം പ്ലാസ്റ്റിക്സ് ഉണ്ട്, കോൾഗേറ്റ് പാമലീവ് ഉണ്ട്, ക്രോംപ്ടൺ ഗ്രീവ്സ് ഉണ്ട്, കോറമെൻ്റൽ ഉണ്ട്, റാലിസ് ഉണ്ട്. അങ്ങനെ ഗ്രാമവുമായി ബന്ധപ്പെട്ട് കൃഷിയും അനുബന്ധ വ്യവസായങ്ങളും അതുമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ചെയ്യുന്ന കമ്പനികളിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതുകൂടാതെ ഡാബർ, HUL, കോൾഗേറ്റ് പാമലീവ് പോലുള്ള കൺസംഷൻ കമ്പനികളിലും ഇവർ നിക്ഷേപിക്കുന്നുണ്ട്. മറ്റ് കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ലോൺ കൊടുക്കുന്ന ചോളമണ്ഡലം ഫൈനാൻസ്, അതുപോലെ മുത്തൂറ്റ് പോലുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളും ഇവർ ഈ റൈസിംഗ് റൂറൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള തീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ലാർജ് ക്യാപ്പിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പ് കമ്പനികൾ ഏകദേശം 47%, മിഡ് ക്യാപ്പ് ഒരു 26%, സ്മോൾ ക്യാപ്പ് മറ്റൊരു 26%. ഇത് അങ്ങനെ ലാർജ് ക്യാപ്പിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു നഷ്ടസാധ്യത താരതമ്യേന കുറവാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ഈ സ്മോൾ കേസ് വാങ്ങാനായിട്ട് സാധിക്കും. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കൂട്ടുകാരെ വേണ്ടി വീഡിയോ ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരമാവും.